ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആദിവാസി സ്ത്രീകൾക്ക് എന്താ വിലയില്ലേ? ആ സ്ത്രീകൾ നമ്മളെ നാട്ടിലെ സ്ത്രീകളെ പോലെ അല്ലേ? അവർക്കൊരു പ്രത്യേകതയുണ്ടോ? അതും അവർ കുഞ്ഞുങ്ങളെ ദത്തെടുത്തും അതുങ്ങളെ വിലക്ക് മേടിച്ചും വളർത്താന്ന് പറയുന്നു. എന്താ ചക്കയും മാങ്ങയാണോ? ചക്ക കിട്ടിയില്ലേ പോട്ടെ, മാങ്ങ മതി എന്ന് പറഞ്ഞിട്ട് ഏത് ഒരു പാപപരിഹാരം, പ്രായശ്ചിത്തം അങ്ങനെയാണോ? എനിക്ക് ഇവനെ തന്നെ വേണം. ഇവൻ ആദിവാസിയുടെ കൂടെ കിടന്ന് കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്താലും, ഇവൻ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ത്രീകളുടെ കൂടെ പോയി കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തവനാണേലും എനിക്ക് ഇവനെ വേണമെന്നേ. അവന് ഇഷ്ടം അങ്ങനെയാണ്. അവൻ്റെ കുഞ്ഞിനെ അവന് കൂടെ ചേർത്ത് പിടിക്കാനാണെങ്കിൽ അവൻ ചേർത്ത് പിടിച്ചോട്ടെ, അതിന് ഞാൻ സമ്മതമാണ്. എൻ്റെ മരണം വരെ ഞാനത് സഹിച്ചോളാവുന്നേ. എനിക്ക് ഇവനെ വേണം. ഇന്നിതാ കൈ മുറിച്ചുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു ലേഡി എത്തിയിരിക്കുകയാണ്. അവരെ കൊണ്ടുവന്ന് അവരുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെയാണ്. അവരെന്തിനത് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നത് അവരുടെ ഭർത്താവിന് വേണ്ടിയാണ്. കഷ്ടം. ഒരു ഭർത്താവിന് വേണ്ടി ഭാര്യ, അത് ഭർത്താവ് ഭാര്യയുടേതല്ലേ? നിങ്ങൾക്ക് മക്കളില്ലേ? നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കുട്ടികളെ ഒന്ന് ഓർത്തോ? കുട്ടികളെ ഓർത്തു. ഞാനൊന്ന് പേടിപ്പിക്കാൻ ചെയ്തതാ. എന്നോട് അവന് സ്നേഹമുണ്ട്, അയാൾക്ക് സ്നേഹമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് അയാൾക്ക് വേദനിച്ചോ? ഇല്ല, വേദനിച്ചത് എനിക്കാ. ആണല്ലേ? അയാൾക്ക് നിങ്ങളെ എങ്ങനെയാ വേണ്ടേ? അത് വേണോ? നിങ്ങൾക്കാണല്ലോ അയാൾ വേണമെന്ന് പറഞ്ഞത്. അതെ മേഡം, അവന് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ, അയാൾക്ക് എന്നെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എന്ത് ചെയ്തു അയാൾ? വേറെ കല്യാണം കഴിച്ചോ? കഴിച്ചില്ല മേഡം. അയാൾ കല്യാണം കഴിച്ചാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അയാൾ ആ സ്ത്രീയുടെ കൂടെ പോയി എന്ത് ചെയ്യും? നിങ്ങൾ തെളിച്ചു വരാം, നിങ്ങൾക്ക് എന്താ സംഭവിച്ചേ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയാണ്, എൻ്റെ ഭർത്താവ് ആദിവാസി യുവതിയുമായി പ്രണയത്തിലായിരുന്നു എന്ന് പറയുന്നു. പ്രണയമൊന്നും അല്ല മേഡം, അയാൾക്ക് അവളെ ഒന്ന് പരിപാടി ചെയ്യാൻ വേണ്ടിയായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒന്നും അല്ല, കുറേ വർഷങ്ങളായി. അതിൽ 3 മക്കൾ വേറെയുണ്ട് അവർക്ക്. അത് ഇയാടെ ഒന്നും അല്ല, നാട്ടിലുള്ള പല ആണുങ്ങളുടെയാണ്. അവള് സാധാരണ ഒരു ആദിവാസി സ്ത്രീ ഒന്നും അല്ല. അവൾക്ക് കുറച്ച് എല്ലാം കൂടുതലാണ്. എന്താ എല്ലാം കൂടുതലെന്ന് നമുക്ക് അറിയില്ല. ഇവരുടെ ഇതിലല്ല, അവൾക്കെല്ലാം കൂടുതലാണ്. അപ്പോഴെന്താ, ഇവക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, ഇവക്ക് കുറവുള്ളത് കൊണ്ടാണല്ലോ കൂടുതൽ തപ്പി ഭർത്താവ് പോയത്. അപ്പം അതിനകത്ത് അവള് പ്രഗ്നൻ്റ് ആണ്. ആ കുഞ്ഞിനെ ഞാൻ പറഞ്ഞു നമുക്ക് മേടിക്കാം, നമുക്ക് വളർത്താം എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ഞങ്ങൾ അവൾ പ്രസവിച്ചപ്പോൾ ചെന്ന് ചോദിച്ചു. അവൾ തന്നില്ല. അവൾ പകരം വിട്ടാനൊന്നോണം നാട്ടിലിറങ്ങി ഈ കുട്ടിയായിട്ട് ജീവിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ ഇത്രയും വിട്ടുവീഴ്ചകൾ ചെയ്തില്ലേ? ഞാൻ എല്ലായിടത്തും എൻ്റെ നാട്ടിലുള്ളവരോടും എൻ്റെ ബന്ധുക്കളോടും ഞാൻ ജോലി ചെയ്യുന്നിടത്തും എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഞാൻ ആ സ്ത്രീയുടെ കുഞ്ഞിനെ വളർത്താൻ, ഞങ്ങളുടെ പൊന്നോമനയായിട്ട് വളർത്താൻ ഞാൻ തയ്യാറാന്നേ. എന്നിട്ട് അവൾ പറയുന്നത് എനിക്ക് ആ കുഞ്ഞിനെ തരില്ലാന്ന്. ശരിയല്ലേ? 10 കുഞ്ഞിനെ 10 കുഴിക്ക് കൊടുത്താലും ഒരമ്മ ഒരു കുഞ്ഞിനെ വളർത്താൻ കൊടുക്കൂല. എന്ത് പ്രായശ്ചിത്തം ചെയ്തനാണെങ്കിലും, അവൾ ചെയ്ത തെറ്റാണെങ്കിൽ, ഒരു ഭാര്യയോട് ഒരുത്തൻ്റെ കൂടെ അവൾ കറങ്ങി നടന്ന കുഞ്ഞിനെ ഉണ്ടാക്കിയത് തെറ്റ് തന്നെയാണ്. ഈ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കലാണോ ഈ അഹിതങ്ങളുടെ പ്രധാന ഉദ്ദേശം? നിങ്ങൾക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇങ്ങനെ പോകുന്നവർക്ക്? എന്തിനാണ് നിങ്ങളെക്കാട്ടിലും നരകീയമായ ഒരു ജീവിതത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് ഇങ്ങനെയുള്ള സൃഷ്ടികളെ നിങ്ങൾ ജനിപ്പിച്ച് വിടുന്നത്? അത് ദൈവഹിതമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്താണെങ്കിലും അവിടെ കേസും കോടതിയും ഒക്കെ ആയിട്ട് അത് പോട്ടെ. അവർ കേസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ കേസാവുമല്ലോ. പോലീസ് വന്ന് അവരുടെ മൊഴിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നാട്ടു കേസാണ് അല്ലേ? ഇപ്പോൾ ആരുടെ പേരിലാണ് കേസെടുക്കുന്നത്? ഇനി ഇവർ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ കേസ്, രണ്ടാമത്തെ കേസ് ഇവർ കൊടുക്കാൻ പോകുന്ന ആ പാവം പിടിച്ച ആദിവാസി സ്ത്രീകളുടെ പേരിലാണ്. ആദിവാസി സ്ത്രീ കേസ് വന്ന ഉടനെ ഇവർക്ക് കുഞ്ഞിനെ വളർത്താൻ കൊടുക്കുമോ? നാണമില്ലേ സമൂഹമേ? സോറി, നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക്? ഏതോ ഒരു അമ്മ പെറ്റ കുഞ്ഞിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ വേണം. അതാണ് പ്രധാന ഉദ്ദേശം. വിട്ടുകൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വത്ത് വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ? ഇതിലും വേറെ നിങ്ങൾ എന്താ പറയല്ലേ? നമ്മളെ വേണ്ടാത്തവര് ഒരു ബെഡിൽ കിടന്നിട്ട് ഒന്ന് തൊടുക പോലും ചെയ്യാത്ത എത്രയോ ഭർത്താക്കന്മാർ ഈ ഭൂമിയിലുണ്ടെന്നറിയോ? എല്ലാം സഹിച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നെന്ന് പറയേ, അതിൽ മാത്രം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്ന എത്ര ഭാര്യമാരുണ്ടെന്ന് നിങ്ങൾക്കറിയോ?
സെക്സ് കുടുംബത്തിന് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിന് ആവശ്യം തന്നെയാണ്. പക്ഷെ സെക്സ് മാത്രമല്ല ജീവിതം. മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മക്കൾക്ക് കൂടെ വേണ്ടി ജീവിക്കൽ തന്നെയാണ് ഓരോ മാതാപിതാക്കളുടെ ഉദ്ദേശം. അവർ നല്ല നിലയിലെത്തിക്കുക, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു തെറ്റ് പറ്റിയതിനെ അതിനെ ന്യായീകരിക്കുകയല്ല ഞാൻ. പക്ഷെ അങ്ങനെ പോയ ആ മനുഷ്യന് ഒരിക്കലും ആ ഭാര്യനെ കുറിച്ച് ചിന്ത ഉണ്ടാവാഞ്ഞത് എന്താണ്? അവർ വലിയ മനസ്ഥിതിയാണോ കാണിക്കുന്നത് ആ കുഞ്ഞിനെ അവർ വളർത്തിക്കോളാമെന്ന് പറയുന്നത്? ഇതിലെ തെറ്റ് ശരി എന്താണെന്ന് എനിക്കറിയില്ല. കേൾക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും. അപ്പം മണിയമ്മ അവിടെ സുഖമായിട്ട് പ്രസവിച്ച് കിടക്കുകയാണ് അല്ലേ? ആ മണിയമ്മയുടെ കുഞ്ഞിനെ എപ്പോൾ വേണമെങ്കിലും ആരാണ് ഇവർക്ക് കൊടുക്കാൻ അവകാശപ്പെട്ടത്? ആരും കൊടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കോടതിയും എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കി കൊടുത്തതല്ലേ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയുടെ നിന്നും ഒരു ശിശുവിനെ പിരിക്കാൻ ഏതെങ്കിലും ഒരു കോടതിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ? അവിഹിതം അത് എളുപ്പമാണ്, അതിൽ ചെന്നുപെടാനും എളുപ്പമാണ്. അതിനും ഒരു 50% ഉത്തരവാദി ഭാര്യയും 50% ഭർത്താക്കന്മാരും തന്നെയാണ്. നമ്മളിൽ എന്തെങ്കിലും ഒരു കുറവുകളോ നമ്മളിൽ എന്തെങ്കിലും ഒരു കുറ്റങ്ങളോ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ അത് നമ്മൾ പറഞ്ഞു തീർക്കാം. അതിനും പറഞ്ഞു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ സഹിച്ച് മുന്നോട്ട് പോവുക എന്നേ എനിക്ക് പറയാനുള്ളൂ. വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ 4 പേരെ അറിഞ്ഞ് ഡിവോഴ്സ് ചെയ്യുക, അന്തസ്സായിട്ട് ജീവിക്കുക. ഒരു സ്ത്രീക്ക് ജീവിക്കണമെങ്കിൽ ഒരു പുരുഷൻ കൂടിയേ തീരൂ എന്നൊന്നുമില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. 26 വയസ്സ് തുടങ്ങി ഇതായി നിൽക്കുന്ന ഈ 52 വയസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. എനിക്ക് എൻ്റെ 2 മക്കളെ വളർത്താൻ എനിക്ക് സാധിച്ചു. അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവർക്ക് ജോലിയായി, അവരവരുടെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കുകയാണ്. 26 വയസ്സിൽ ഒറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നല്ല. എൻ്റെ ഭർത്താവ് എന്നെ വീട്ടിൽ സ്വർഗത്തിലേക്ക് പോയതാണ്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ ഭർത്താവ് സ്വർഗത്തിലാണ്. മരിച്ചുപോയാൽ നമ്മൾ ജീവിക്കില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെ ഉപേക്ഷിച്ച് വന്ന ഭർത്താക്കന്മാർക്ക് സൗകര്യം കൊടുക്കാതെ? അവരെവിടെയെങ്കിലും പോട്ടെ, നിങ്ങളെ വേണ്ടാഞ്ഞിട്ട് തന്നെയാണോ? നിങ്ങൾ കഴിഞ്ഞു പോയ നല്ല നിമിഷങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുന്നു. ആ സങ്കടത്തിന് വേദന ഉണ്ടാകുന്നു, ആ വേദനയിൽ നിന്ന് വൈരാഗ്യം ഉണ്ടാകുന്നു. നമ്മൾ അനാവശ്യങ്ങൾ വിളിച്ചു വരുന്നു. അത് മറന്നേക്കുക, മറക്കാൻ പറ്റില്ല. കാലം മറക്കേണ്ട മുറിവുകളില്ല നിങ്ങൾക്ക്. നിങ്ങൾ അതിനെ മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുക. നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാൻ നിങ്ങളെ തോണ്ടി പുറത്തിടുന്നവരോട് നിങ്ങൾ പറയുക, അതാണോ എനിക്ക് കേൾക്കണ്ട, അവിടെ നിർത്തിക്കോ, ഞാൻ അതെ ഇത് പറയാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രസൻസിലിരിക്കുക. നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്ന, നിങ്ങളുടെ പ്രസൻസിൽ സന്തോഷിക്കുന്ന നിങ്ങളുടെ മക്കളുണ്ടാവും. അവരെ സന്തോഷത്തോട് അവരുടെ സന്തോഷം കാണാൻ വേണ്ടി നമുക്ക് ജീവിക്കാം. അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടിയല്ല. നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് ചിന്തിക്കും? നാട്ടുകാർ ആന തേങ്ങ മാങ്ങ ചക്ക എന്ന് പറഞ്ഞാലൊന്നും നാട്ടുകാർ നമുക്ക് ഒരു പരിധി വിട്ട് ഒന്നും ചെയ്തു തരില്ല. നമ്മൾ തന്നെ നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കണം. അതിൽ നമ്മൾ തന്നെ സന്തോഷം കണ്ടെത്തണം. ആരും നമുക്ക് സന്തോഷം കണ്ടെത്താറില്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. എന്തിനാണ് പോയവർ പോട്ടെ. അവരോർത്ത് കർമ്മ എന്ന് പറയുന്നുണ്ട്. അവരോർത്ത് നമ്മൾ കരയുന്നുണ്ടെങ്കിൽ നാളെ അവർ നമ്മളെ ഓർത്ത് കരയേണ്ട ഒരു സമയം വരും. അന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ ചെയ്യില്ലേ, ഇല്ലെങ്കിൽ തള്ളിക്കളിയേടാ ഞാൻ സ്വയം പ്രാപ്തിയായിരിക്കുന്നു, എനിക്ക് ഇനി ഒരു പുരുഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. അതിൽ നിങ്ങൾ പ്രധാനമായി കൂട്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണോ, നിങ്ങൾ ആ മതത്തിൽ നിങ്ങളുടെ ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവത്തിന് കൂട്ടുപിടിക്കുക, ദൈവത്തിന് കൂടെ ചേർത്ത് നിർത്തുക. ദൈവമായിട്ട് നിങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ കേട്ടോ. എല്ലാം പറയുന്നത് ഞാൻ നിങ്ങളോടാണ്. കേൾക്കുന്നത് കുറച്ച് ആൾക്കാരാണ്, എങ്കിലും ആ കുറച്ച് ആൾക്കാർ എന്നെ കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ശരി എന്നാ.